പാലക്കാട്ടേക്ക് പോകുന്നു. മറ്റൊരു ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട് തീപാറുന്ന പോരാട്ടമാണ് ഇത്തവണയും ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ഫലസൂചനയും കണക്കുകളും നമുക്കൊന്ന് നോക്കിയാൽ UDF-ന് 38.83% കഴിഞ്ഞ തവണ വി.കെ. ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥി നേടുന്നത്. LDF-ന് ലഭിച്ചതാവട്ടെ 37.7%. MB രാജേഷ് ആയിരുന്നു അന്ന് LDF-ന്റെ സ്ഥാനാർത്ഥി. NDA-ക്ക് ലഭിച്ചത് കേവലം 21.26%. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് NDA-ക്കുള്ള മണ്ഡലമാണ് പാലക്കാട്. ഒരേ ഒരു മുനിസിപ്പാലിറ്റി BJP-ക്കുള്ള സ്ഥലമാണ് പാലക്കാട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അവിടെ പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ മെട്രോമാൻ E. ശ്രീധരനാണ് പാലക്കാട് നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരുപക്ഷെ ഷാഫി പറമ്പിലിനെ അവസാന നിമിഷം വരെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിച്ചത്. അതുകൊണ്ട് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ആരൊക്കെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി സാധ്യത? ഒറ്റ സ്ഥാനാർത്ഥി മാത്രം, അത് സിറ്റിംഗ് MP വി.കെ. ശ്രീകണ്ഠനാണ്. ഇനി LDF-ന്റെ സാധ്യതകൾ ആരൊക്കെയായിരിക്കും വി.കെ. ശ്രീകണ്ഠനെ നേരിടാൻ വരാൻ സാധ്യതയുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. സ്മൃതി പരുത്തിക്കാട് എം സ്വരാജിന്റെ പേര് കേൾക്കുന്നു. PA ഗോകുൽദാസ്, NN കൃഷ്ണദാസ് എന്നിവരാണ്. ഈ സ്വരാജിന്റെ പേര് പലയിടത്താണ് കേൾക്കുന്നത് അല്ലെ? കൊല്ലത്തും കേൾക്കുന്നുണ്ട്. വേറെ എവിടെയും കൂടെ കേട്ടല്ലോ? മലബാറിൽ പൊന്നാനിയിൽ കേട്ടു, കൊല്ലത്ത് കേട്ടു, ഒപ്പം ഇപ്പോൾ പാലക്കാടും കേൾക്കുന്നുണ്ട്. എം സ്വരാജ് പാലക്കാട് ഇറങ്ങിയാൽ, വി.കെ. ശ്രീകണ്ഠനെ നേരിടാൻ ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? കഴിഞ്ഞ തവണ MB രാജേഷിനെ അട്ടിമറിക്കുകയായിരുന്നു അല്ലെ ലോക്സഭയിൽ? അതെ, അതിന് പ്രധാനപ്പെട്ട കാരണം ശബരിമല തന്നെയായിരുന്നു. പാലക്കാട് പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒന്ന് വയനാട് എടുത്തു നിൽക്കുന്നു, പക്ഷെ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്, വളരെ നേരിയ പെർസെന്റേജ് 11,637 മാത്രമേ ഉള്ളൂ. അത് വളരെ തൊട്ടു മുമ്പ് വീരേന്ദ്രകുമാറിനെ MB രാജേഷ് പരാജയപ്പെടുത്തുന്നത് ഏകദേശം 1,00,000-ലധികം വോട്ടുകൾക്കാണ്, 1,05,000-ഓളം വോട്ടുകൾക്കാണ്. അവിടെ വീരേന്ദ്രകുമാർ സമ്പൂർണ്ണ പരാജയമാണ് MB രാജേഷിന് മുന്നിൽ. പക്ഷേ ആ MB രാജേഷിനെ ശ്രീകണ്ഠൻ പരാജയപ്പെടുത്തിയത് നേരിയ ഭൂരിപക്ഷത്തിലാണ്. ശബരിമലയും രാഹുലും പ്രധാനപ്പെട്ട ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ ഗോകുൽദാസ് ഒരു സാംസ്കാരിക നായകനാണ്. ഇനി NDA-ക്ക് ആരാണ് സ്ഥാനാർത്ഥി? ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടാണ് സി കൃഷ്ണകുമാർ എന്ന BJP-യുടെ സംസ്ഥാന നേതാവ് തന്നെ നേരിട്ട് മത്സരിക്കാൻ. അതായത് മാറ്റമില്ല, കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥി. സി കൃഷ്ണകുമാർ വ്യക്തിപരമായി എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം അവിടുത്തെ മികച്ച സംഘാടകനാണ്, അവിടെ പൊതുസമ്മതനാണ്, BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ തവണ 2,18,556 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതെ, അതാണ് 21.44% വരും. അത് 2014-നേക്കാൾ 6.44% വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ 2014 മത്സരിച്ചപ്പോൾ 15% ആയിരുന്നു BJP-യുടെ വോട്ട് വിഹിതമെങ്കിൽ, അതായത് 1,36,587 ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നേരെ 6.44% കൂട്ടാൻ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ പേര് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരാളായി സി കൃഷ്ണകുമാർ മാറാൻ പോകും. ഈ AKG മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്, നയനാര് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് പാലക്കാട്. അപ്പൊ പാലക്കാടിന് വലിയ ഇടതുപക്ഷത്തിന്റെ ചരിത്രമുണ്ട്. 96 മുതൽ 2019 വരെ NN കൃഷ്ണദാസ് അതേ പടക്കുതിര തിരിച്ചു വരികയാണ്. അതെ, NN കൃഷ്ണദാസിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ട മണ്ഡലമാണ്. NN കൃഷ്ണദാസ് ഇപ്പോഴും അവിടെ സജീവമാണ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ. ഗോകുൽദാസ് താരതമ്യേന NN കൃഷ്ണദാസിനെയും MB രാജേഷിനെയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലിയ പോപ്പുലറായ നേതാവല്ലെങ്കിലും ആ പാലക്കാട് ജില്ലയിൽ ഗോകുൽദാസിന്റെ സംഘടനാ പ്രവർത്തനം വളരെ മികച്ചതാണ്. സാംസ്കാരിക രംഗത്തും ഗോകുൽദാസ് മികച്ചു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDF-നോടൊപ്പം ഉള്ളത്, മണ്ണാർക്കാടും പാലക്കാടും. ഷാഫി പറമ്പിലിന്റെ പാലക്കാട്, ഷംസുദ്ദീന്റെ മണ്ണാർക്കാട്. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ, ഈ പേരുകൾ ഉറപ്പിക്കാമോ? വി.കെ. ശ്രീകണ്ഠൻ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ മറ്റു പേരുകൾ വരുന്നല്ലോ. LDF-ൽ നിന്നും ആരാണ്? എം സ്വരാജിന്റെ പേര് പലയിടത്തായി കേൾക്കുന്നു. അതിൽ തന്നെ ഒരു കാര്യം പറയാം, ഈ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ചൂട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കുകയാണെങ്കിൽ UDF-ഉം BJP-യും അവരുടെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 25 വർഷത്തോളം CPM കാത്തു സൂക്ഷിച്ച പാലക്കാട് മണ്ഡലം UDF-ന്റെ കയ്യിലേക്ക് എത്തിച്ച വി.കെ. ശ്രീകണ്ഠൻ MP തന്നെയായിരിക്കും ഇത്തവണയും UDF-ന്റെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇനി BJP-യുടെ പാളയം നോക്കുകയാണെങ്കിൽ അവിടെ സി കൃഷ്ണകുമാർ എന്ന ഒരു സ്ഥാനാർത്ഥിക്കപ്പുറം BJP മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കാരണം 2014 ശോഭാ സുരേന്ദ്രൻ 1,36,000 വോട്ടുകളാണ് നേടിയതെങ്കിൽ 2019 BJP-ക്ക് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും 80,000 വോട്ടുകൾ അധികം വാങ്ങിക്കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സി കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ സി കൃഷ്ണകുമാറെ ഇത്തവണയും പാലക്കാട്ടേക്ക് എത്തിച്ച് കൂടുതൽ വോട്ടുകൾ നേടി മണ്ഡലം പിടിക്കാമെന്ന് തന്നെയാണ് BJP-യുടെ കണക്കൂട്ടൽ. ഇവർക്കിടയിലേക്ക് വേണം LDF-ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു സീനിയർ നേതാവിനെ എത്തിക്കാൻ. അവിടേക്കാണ് എം സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്.
ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന ചർച്ചകൾ പ്രകാരം എം സ്വരാജിനേക്കാൾ ഏറ്റവും കൂടുതൽ LDF പരിഗണിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് എ വിജയരാഘവന്റെയാണ്. ഏറ്റവും ഒടുവിലെ ചർച്ചകൾ പ്രകാരം അവിടെ നിന്നുള്ള തീരുമാനങ്ങൾ പ്രകാരം എ വിജയരാഘവനെ പാലക്കാട്ടേക്ക് എത്തിച്ച് മണ്ഡലം പിടിക്കാമെന്നാണ് ഇപ്പോൾ ഏതായാലും LDF മുന്നണി കണക്ക് കൂട്ടുന്നത്. ഇനി എ വിജയരാഘവനെയും എം സ്വരാജിനെയും മാറ്റി പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ചാൽ അവിടെയായിരിക്കും NN കൃഷ്ണദാസിന്റെയും PA ഗോകുൽദാസിന്റെയും പേരുകൾ ഉയരുക. NN കൃഷ്ണദാസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ജനങ്ങളുമായി വലിയ രീതിയിൽ ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. CPM രാഷ്ട്രീയപരമായി മാത്രമല്ല സാംസ്കാരികമായും ആൾക്കം അതെ, ഈ കൃഷ്ണദാസാണ് സാംസ്കാരികമായും മറ്റും പാലക്കാട് ജനങ്ങളുമായി വലിയ രീതിയിലൊരു ബന്ധം വെടിവെപ്പുണ്ടാവുന്ന സമയത്ത് താജിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം അന്നൊരു ഗ്യാസ് സിലിണ്ടറിന്റെ പിന്നിലാണ് ഒളിച്ചിരുന്നത്. വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ അന്ന് ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഞാനിപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്, ചുറ്റുപാടും വെടിയൊച്ചയാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. വളരെ ബോൾഡായ ഒരു നേതാവാണ്. അപ്പൊ നോക്കൂ, 1996 സുജയ പറഞ്ഞു 2014 വരെ 2014 വരെ LDFന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്ന മണ്ഡലം. NN കൃഷ്ണദാസ് കഴിഞ്ഞ പിന്നീട് MP രാജേഷ് തുടർച്ചയായിട്ട് 2 തവണ പ്രതിനിധീകരിക്കുന്നുണ്ട്. 1991 മാത്രമാണ് അതിനു തൊട്ട് മുമ്പ് UDF വിജയിക്കാൻ സാധിച്ചത്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ ആ ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഇത്തവണ VK ശ്രീകണ്ഠൻ ആ ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ്.